കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി നേരിട്ട അപ്രതീക്ഷിതവും ദയനീയവുമായ പരാജയത്തിന് പിന്നാലെ സിപിഎമ്മിൽ പുകഞ്ഞുകൊണ്ടിരുന്ന ആഭ്യന്തര കലഹം തെരുവിലേക്ക്. പാർട്ടിയെ ഇന്നത്തെ ഗതികേടിലേക്ക് എത്തിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യവും സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ സംഘടനാപരമായ പരാജയവുമാണെന്ന വികാരം ശക്തമായതോടെ പി.ജെ. ഫാക്ടർ വീണ്ടും പാർട്ടിക്കുള്ളിൽ സജീവമാകുന്നു. പാർട്ടിയെ അടിമുടി ശുദ്ധീകരിക്കാൻ ചെന്താരകം എന്ന അണികൾ വിളിക്കുന്ന പി. ജയരാജൻ നേതൃത്വത്തിലേക്ക് വരണമെന്നാണ് താഴെത്തട്ടിൽ നിന്നുള്ള മുറവിളി. തിരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യാൻ നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം യുദ്ധക്കളമാകുമെന്നാണ് സൂചനകൾ. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എം.വി. ഗോവിന്ദൻ സെക്രട്ടറി സ്ഥാനം ഒഴിയണമെന്ന ആവശ്യം പാർട്ടിയുടെ ഉരുക്കുകോട്ടയായ കണ്ണൂരിൽ നിന്ന് തന്നെ ഉയർന്നുകഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളിൽ പോലും വോട്ട് ചോർന്നത് തിരിച്ചറിയാൻ കഴിയാത്ത ഗോവിന്ദൻ എങ്ങനെ സംസ്ഥാനത്തെ നയിക്കും എന്നാണ് വിമർശകരുടെ ചോദ്യം. കണ്ണൂരിലെ നേതാക്കൾക്കിടയിൽ ഗോവിന്ദനെതിരെ രൂപപ്പെട്ട ഈ കലാപം കേന്ദ്ര നേതൃത്വത്തെയും ആശങ്കയിലാക്കുന്നുണ്ട്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് പാർട്ടിയെ വിഴുങ്ങിയ ക്യാപ്റ്റൻ ഇമേജിനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ് പി. ജയരാജൻ. ജയപരാജയങ്ങൾ ഒരു വ്യക്തിയുടെ മാത്രം ക്രെഡിറ്റിൽ ചേർക്കാനാവില്ലെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന പിണറായി വിജയന്റെ ഏകപക്ഷീയമായ ശൈലിക്കേറ്റ കനത്ത പ്രഹരമാണ്. വ്യക്തിപൂജയെ പ്രോത്സാഹിപ്പിച്ചവർക്ക് ജനങ്ങൾ നൽകിയ മറുപടിയാണ് ഈ പരാജയമെന്ന് ജയരാജൻ പക്ഷം വാദിക്കുന്നു. പാർട്ടിക്ക് മുകളിൽ വ്യക്തി വളരുന്നത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ലെന്ന് ജയരാജന്റെ ഓർമ്മപ്പെടുത്തൽ അണികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിച്ചിരുന്ന പി. ശശിക്കും കെ. രാഗേഷിനുമെതിരെ പാർട്ടിയിൽ പടയൊരുക്കം ശക്തമാണ്. പി. ശശിയുടെ പോലീസ് നയങ്ങളാണ് സർക്കാരിനെ ജനങ്ങളിൽ നിന്ന് അകറ്റിയതെന്ന് ഭൂരിഭാഗം നേതാക്കളും വിശ്വസിക്കുന്നു. പോലീസിനെ കറയൂരി വിട്ടതും പാർട്ടിക്കാർക്കെതിരെ പോലീസ് കേസെടുക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചതും ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിച്ചു. പി. ശശിയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാതെ പാർട്ടിക്ക് ഇനി ജനങ്ങളെ അഭിമുഖീകരിക്കാനാവില്ലെന്ന കടുത്ത നിലപാടിലാണ് ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ. കണ്ണൂരിലെ പാർട്ടിയിൽ പി. ജയരാജനെ ഒതുക്കിയതാണ് ഇത്ര വലിയ തിരിച്ചടിക്ക് കാരണമെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം പ്രവർത്തകർ ഇന്നുണ്ട്. ജനകീയ അടിത്തറയുള്ള നേതാക്കളെ മാറ്റി നിർത്തി യേസ്മാൻമാരെ ചുറ്റും നിർത്തിയ പിണറായിയുടെ ശൈലിയാണ് പാർട്ടിയെ തകർത്തത്. ിലേക്ക് എത്തിക്കാൻ ജയരാജനെ പോലെ ഒരു കരുത്തനായ സംഘാടകൻ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരണമെന്ന് സൈബർ പോരാളികൾ വാദിക്കുന്നു. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ AKG സെന്ററിലെ അധികാര കേന്ദ്രങ്ങൾ ദുർബലമായത് പി. ജയരാജന് അനുകൂല ഘടകമാണ്. പിണറായി വിജയന്റെ വാക്കിന് മുൻപുണ്ടായിരുന്ന അപ്രമാദിത്വം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ ജയരാജനൊപ്പം അണിനിരന്നേക്കും. പാർട്ടിക്കുള്ളിലെ ജനാധിപത്യം വീണ്ടെടുക്കണമെന്ന ആവശ്യം ജയരാജൻ നേതൃത്വം നൽകുമെന്നാണ് അണികളുടെ പ്രതീക്ഷ. ഇത് പിണറായി ഗോവിന്ദൻ അച്യുതണ്ടിന് വലിയ വെല്ലുവിളിയാകും. ഭരണ തുടർച്ചയുടെ അമിത ആത്മവിശ്വാസത്തിൽ ജനങ്ങളെ മറന്ന നേതാക്കൾക്ക് ലഭിച്ച കനത്ത തിരിച്ചടിയാണ് ഈ 34 സീറ്റുകൾ. സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ വികസനത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിച്ച പദ്ധതികൾ പാർട്ടിക്ക് വിനയായി. ഈ സാഹചര്യത്തിൽ സംഘടനയെ അടിമുടി അഴിച്ചുപണിയാതെ മുന്നോട്ട് പോകാനാവില്ലെന്ന് കേന്ദ്ര നേതൃത്വത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. തിരുത്തൽ നടപടികൾക്ക് നേതൃത്വം നൽകാൻ പി. ജയരാജൻ തന്നെ വരണമെന്ന വികാരം കേരളത്തിലുടനീളം പടരുകയാണ്. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് പി. ജയരാജനെ പരിഗണിച്ചാൽ അത് പിണറായി വിജയന്റെ രാഷ്ട്രീയ അസ്തമയത്തിന്റെ തുടക്കമാകും. അതുകൊണ്ട് തന്നെ ജയരാജനെ തടയാൻ ഔദ്യോഗിക പക്ഷം അവസാനവട്ട ശ്രമങ്ങളും നടത്തുന്നുണ്ട്. എന്നാൽ കണ്ണൂരിലെ അണികൾ ഇത്തവണ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. തങ്ങളുടെ പ്രിയ നേതാവിനെ അവഗണിച്ചവർക്കുള്ള മറുപടി തെരുവുകളിൽ ഫ്ലക്സുകളായും മുദ്രാവാക്യങ്ങളായും പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. പഴയകാല വിപ്ലവ വീര്യം വീണ്ടെടുക്കാൻ പാർട്ടിയെ പ്രാപ്തനാക്കാൻ പി. ജയരാജന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരാണ് അധികവും. പി. ശശിയെയും രാഗേഷിനെയും പോലുള്ളവർ സൃഷ്ടിച്ച കോട്ടകൾ തകർക്കാൻ ജയരാജന്റെ കടന്നുവരവ് അനിവാര്യമാണെന്ന് ഇവർ കരുതുന്നു. തിരുത്തലിന് വഴങ്ങാത്ത നേതൃത്വത്തിനെതിരെ പടയൊരുക്കം തുടങ്ങിയതോടെ AKG സെന്ററിൽ ഇനി രാപ്പകലില്ലാത്ത വാദപ്രതിവാദങ്ങളാകും നടക്കുക. കേരളത്തിലെ CPM-നെ രക്ഷിക്കാൻ ചെന്താരകം ഉദിക്കുമോ അതോ പഴയ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ പാർട്ടി തളയ്ക്കപ്പെടുമോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. M.V. ഗോവിന്ദന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം മറ്റ് ജില്ലകളിലേക്കും പടരുകയാണ്. പരാജയത്തിന്റെ ഉത്തരവാദിത്തം താഴെത്തട്ടിൽ കെട്ടിവെക്കാതെ നേതൃത്വം തന്നെ ഏറ്റെടുക്കണമെന്ന ഉറച്ച നിലപാടിലാണ് അണികൾ. CPM-ന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര കലഹത്തിനാണ് ഇപ്പോൾ കേരളം സാക്ഷ്യം വഹിക്കുന്നത്.